ഏഴോം പഞ്ചായത്തും ഹരിത കേരള മിഷനും ചേർന്ന് എരിപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമീപം നിർമ്മിച്ച ദേവഹരിതം പച്ചത്തുരുത്ത് കാട് കയറി നശിക്കുന്നു. പ്രദേശം മാലിന്യം തള്ളൽ കേന്ദ്രമായി മാറിയതോടെ പ്രദേശവാസികൾക്കിടയിൽ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. ഏഴോം പഞ്ചായത്തും ഹരിത കേരള മിഷനും ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് എരിപുരത്ത് ദേവഹരിതം പച്ചത്തുരുത്ത് എന്ന പേരിൽ ഔഷധ സസ്യ തോട്ടമൊരുക്കിയത്. ക്ഷേത്രത്തിൽ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പുഷ്പങ്ങളുടെ ചെടികളും ഔഷധ സസ്യങ്ങളുമാണ് വെച്ചുപിടിപ്പിച്ചത്. പ്രദേശത്തെ വൻമരങ്ങൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പിഴുതെടുത്താണ് ഇവിടെ ഇങ്ങനെയൊരു തോട്ടം ഒരുക്കിയത്. എന്നാൽ ഇത് സംരക്ഷിക്കാൻ ആവശ്യമായ ഒരു നടപടിയും ബന്ധപ്പെട്ട പഞ്ചായത്തോ ഹരിത കേരള മിഷനോ എടുത്തിട്ടില്ല. ചെടികൾ ഭൂരിഭാഗവും കരിഞ്ഞുണങ്ങിയ അവസ്ഥയിലാണ്. കാട് മൂടിയതോടെ പ്ലാസ്റ്റിക്കുകൾ, മദ്യക്കുപ്പികൾ ഉൾപ്പെടെയുള്ള മറ്റ് മാലിന്യങ്ങളും തള്ളുന്ന കേന്ദ്രമായി ഇവിടം മാറിയിരിക്കുകയാണ്. പിന്നെ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിരുന്നു. അതൊന്നും യാതൊന്നും ഇപ്പൊ ഇല്ലാത്ത കണ്ടീഷനിലാണ് ഉള്ളത്. പിന്നെ എല്ലാം കാട് കയറിയും വള്ളിയും കാടും പിന്നെ വെള്ളിയിലും മറ്റേ എല്ലാ ചെടികളും വളർന്ന് കാടായി മാറിയിട്ടല്ലത്. അതിനൊരു നല്ലൊരു ഇതാക്കണം. പിന്നെ ഒന്നാമത് ഇവിടെ ആള് കച്ചറ കൊണ്ടുവരുന്നത് പ്രത്യേകിച്ചിട്ടും ആൾക്ക് വാണിംഗ് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. പ്രദേശം പകർച്ചവ്യാധി ഭീഷണിയിൽ കൂടിയാണുള്ളത്. ഇവിടുത്തെ കാടുകൾ വെട്ടിത്തെളിച്ച നിലവിലുള്ള ചെടികളെ സംരക്ഷിക്കാനും പുതിയത് നട്ടുപിടിപ്പിക്കാനും ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.